പോർച്ചുഗൽ എത്തിയിട്ട് 4 ദിവസം അടുപ്പിച്ച് പോർച്ചുഗീസ് ഫുഡ് മാത്രം നിന്നിട്ട് ചോറും കറിയും നിന്നാൻ കൊതിയായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു കേരള റെസ്റ്റോറൻ്റാണ് ഇത്. യൂറോപ്പിൽ നമ്മൾ ഇതുവരെ പോയിട്ടുള്ള കൺട്രീസിലൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലും കേരള റെസ്റ്റോറൻറ്റ്സ് വളരെ കുറവാണ്. ഇതിനുള്ളിൽ കഥകളിയുടെയും തെയ്യത്തിൻ്റെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെയും മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെ കുറേ നാട്ടിലെ കുറേ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കുള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു നാട്ടിലെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. പോർച്ചുഗീസുകാർ ഗോവയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബീഫ് വിന്താളി ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. അതേപോലെ തന്നെ കോട്ടയംകാരുടെ സ്പെഷ്യലായ പിടിയും കോഴിക്കറിയും ഇവിടെ കിട്ടും. അതുപോലെ തന്നെ പ്രോൺസ് തീയൽ, ഫിഷ് കറി, പുട്ട്, പൊറോട്ട, ബിരിയാണി ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ ഉരുളിയിലായിരുന്നു കറിയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിച്ച ഓരോ കറികളുടെയും ടേസ്റ്റ് എന്ന് പറയാൻ എന്താ പറയുക, നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീലായിരുന്നു. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. 2018 ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൃശ്ശൂർക്കാരനായ വിജീഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വൈഫിൻ്റെയാണ് ഈ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഡെസേർട്ടിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ണിയപ്പവും പഞ്ചാമൃതവുമാണ്. ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ഡെസേർട്ട് കഴിക്കുന്നത്. അത് ഉരുളിയിലാണ് ഇത് സെർവ് ചെയ്യുന്നത്. ചോറ് തിന്നാൻ കൊതിയായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയ ഞങ്ങൾ വയറ് മാത്രമല്ല മനസ്സ് നിറഞ്ഞാണ് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ പോർച്ചുഗൽ ലിസ്ബൺ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കേരള ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ.